നമുക്കെന്നാൽ ഒരു ടൂണ പാസ്ത ഉണ്ടാക്കാം. അതായത് നമ്മൾ തൊണ്ണോ അതാട്ടോ. വീണ്ടും ഒലിവ് ഓയിൽ ഒഴിക്കുക, 2 വെളുത്തുള്ളി ഇടാം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, ഇവർ പൊതുവെ വെളുത്തുള്ളി ഇട്ടിട്ട് അതിൻ്റെ ഫ്ലേവർ എണ്ണയിൽ പിടിച്ച് കഴിയുമ്പോൾ അതെടുത്ത് മാറ്റും. പക്ഷെ ഞാൻ മാറ്റാറില്ല, ഞാൻ അങ്ങനെ തന്നെ ഇടും. അതിലേക്ക് കുറച്ച് സവാള ഇടാം. പിന്നെ നമ്മുടെ തൊണ്ണോ അതിനകത്തേക്ക് ഇടാം. ഞാൻ ക്യാനിലെ അതിലുള്ള തൊണ്ണാണെന്ന് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ പാസ്തയ്ക്ക് വെള്ളം വെക്കുക, ഉപ്പിടുക അതിനകത്തേക്ക്. ഈ തൊണ്ണോ ഒരുമാതിരി എന്താ പറയുക, ഓവർ ഫ്രൈ ആവരുത്, എന്നാൽ ഫ്രൈ ആവാതെയും ഇരിക്കരുത്. ആ രീതിയിലാക്കിയിട്ട് അതിനകത്തേക്ക് ഈ ചെറി ടൊമാറ്റോ, എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ടൊമാറ്റോ കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ നന്നായിട്ട്. ആ ടൈമിൽ വെള്ളത്തിലേക്ക് പാസ്ത ഇടാം. ഞങ്ങൾ സ്പഗേത്തിയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്പഗേത്തി ഇട്ടു. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബസിലിക്കും ഇടാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇതെന്തായാലും നിങ്ങൾക്ക് ബസിലിക്കും ഇടാം ഇതിനകത്ത്. ഞാൻ സ്പഗേത്തി വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് ഷുഗർ ഭയങ്കര ഹൈ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അല കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അലയ്ക്കുള്ള രീതിയിലുള്ള ഇത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ ഇച്ചിരി പൊടി കൂടുതലുണ്ടാവുമായിരിക്കും. അപ്പോൾ എൻ്റെ ഷുഗർ കണ്ടല്ലോ, ആരോ മുകളിലേക്കാണ്, അതായത് ഇനിയും കൂടും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ അലയ്ക്ക് കൊടുത്തു. അലയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അല പറഞ്ഞായിരുന്നു ഇറ്റാലിയൻസ് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണെന്ന് അല പറഞ്ഞായിരുന്നു. അപ്പം ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബായ്.